എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം ഞാൻ കാണുന്നുണ്ട്. കാരണം ഞാനുൾപ്പെടെ വർഷങ്ങളായിട്ട് കാണാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. 1973 തൊട്ട് 75 വരെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് പാസ്സായി ഇറങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പലരുടെ അടുത്ത് ഞാൻ ചാൻസ് അന്വേഷിച്ച് പോയിട്ടുണ്ട്, പലരും സഹായിച്ചിട്ടുണ്ട്. ചെന്നൈ നമുക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. ചെന്നൈയിലെ എനിക്കിപ്പോഴും ഒരു എന്താ പറയുക, മദ്രാസ് എന്ന് പറഞ്ഞൊരു വീക്ക്നെസ്സാണ്. 2015 ഞാൻ പാവാട വരെ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് വെച്ചപ്പോഴത്തേക്ക് അതിന് ഒരു ഡിന്നറോ പരിപാടികളൊന്നും വെച്ചില്ല. പകരം ആ പൈസ അന്ന് മദ്രാസിൽ വെള്ളപ്പൊക്കം നടന്നപ്പോൾ നമ്മളവിടെ ഡൊണേറ്റ് ചെയ്യും. കാര്യം ചെന്നൈ എന്നുള്ളതിൽ നമ്മുടെ കടപ്പാടാണ്. നമ്മളെല്ലാം സിനിമ ഇപ്പോഴത്തെ തൊട്ടല്ല, സിനിമ പഠിക്കാനും സിനിമയിൽ എന്തെങ്കിലും ആകാനും ഒക്കെ നമ്മൾ ചെന്ന് പെട്ടത് ഈ പറഞ്ഞ മാതിരി ചെന്നൈയിലാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമായൊരു കൂട്ടായ്മയാണ്. വിശക്കുന്ന സമയത്ത് ആഹാരം വാങ്ങി തന്നവരും, ഒരു ചായയ്ക്ക് വേണ്ടി ദാഹിച്ചപ്പോൾ ചായ വാങ്ങി തന്നവരുമൊക്കെ ആയിട്ട് ഒരുമിച്ച് വീണ്ടും കാണാൻ കഴിയുക എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു മുഹൂർത്തമായിട്ട് ഞാൻ കാണുകയാണ്. ഈ മദ്രാസ് മെയിലിൽ ആണ് ഞാനും മദ്രാസിലെത്തുന്നത്. എനിക്ക് മുമ്പേ ആ ട്രെയിനിൽ യാത്ര ചെയ്ത ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. എനിക്ക് ശേഷം ആ ട്രെയിനിൽ യാത്ര ചെയ്ത ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവരെല്ലാം ഇപ്പോൾ കാണുമ്പോൾ വളരെ 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 സന്തോഷമുണ്ട്. കമൽ ഞാനും കൂടെ വെച്ച് മദ്രാസിൽ മറ്റേ ആ ബീഫ് തിരുന്ന കടയാ കമൽ വർഗീസിൻ്റെ മെസ്സിൽ ബീഫ്, വർഗീസിൻ്റെ മെസ്സിൽ ബീഫ്, വർഗീസിൻ്റെ മെസ്സിൽ ബീഫ് കഴിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്ത് ട്വിലറ്റ് എന്ന് പറഞ്ഞ് ലോഡ്ജ് ഉണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഒരിക്കലും എപ്പോഴും ട്വിലറ്റ് എന്ന് എഴുതി വെക്കും. ഓർമ്മയുണ്ടോ? ട്വിലറ്റ് എപ്പോഴും വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലം. ആ കമലും ഞാനും കൂടെ അവിടെ വെച്ച് ആ ബീഫ് കടയെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ കുറച്ചേ കഴിക്കുന്നത്, ഇപ്പോൾ കുറച്ച് കൂടുതൽ കഴിച്ചുകൊണ്ട് തടി വെച്ച് പോയി. അന്ന് പിന്നെ ബീഫും ബീഫല്ല, കമലും ഞാനും കൂടെ എല്ലാം രസമായിക്കോട്ടെ. ഞാൻ സീരിയസ് സിനിമ എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ സിനിമയെ കുറച്ച് നർമ്മം ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ കമലും ഞാനും കൂടെ ബീഫ് കടയിൽ വെച്ച് പരിചയപ്പെട്ടു. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ കൊണ്ട് ഞാൻ സൗഹൃദം എന്നും എൻ്റെ ഒരു എന്താ പറയുക, എനിക്കത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സൗഹൃദം എന്ന് പറയുന്നത്. രണ്ടാമത് മദ്രാസിലെ കോടമ്പക്കത്തെ വെള്ളം കുടിച്ച് ഒരാളും മറക്കില്ല. കോടമ്പക്കത്തെ നമുക്കൊരിക്കലും കോടമ്പക്കത്തെ മറക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കോടമ്പക്കമാണ്. ഒരുപാട് സാമ്പത്തികമായിട്ട് മദ്രാസിലേക്ക് വന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അതേസമയം പട്ടിണിയും ദാരിദ്ര്യവും ചാൻസ് തേടി അലഞ്ഞ് ആ അനുഭവമുള്ളവരാണ് ഏറ്റവും അധികം. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഗെറ്റ് ടുഗെദറിന് പറഞ്ഞതുപോലെ നമുക്ക് പലരും എവിടെയാണ് എന്നറിയില്ല. കാരണം ഞാൻ അന്വേഷിക്കാറുണ്ട് ഇവരൊക്കെ എവിടെയാണ് എന്ന്. അപ്പോൾ അവരെല്ലാവരെയും ഒന്നിച്ച് വർഷത്തിലൊരിക്കൽ ഒന്നിച്ച് എല്ലാവരെയും ഒരിടത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പരിപാടിയിൽ കൂടി ഞാൻ ഉദ്ദേശിച്ചത്. നിറപ്പകിട്ടില്ലാത്ത ഒരുപാട് ജീവിതങ്ങളെയും പേറി ഈ തീവണ്ടി പായുന്നത് മദിരാശിയിലേക്കാണ്. ഒട്ടനവധി പേരുടെ നിറപ്പകിട്ടുള്ള സ്വപ്നങ്ങൾ അവസാനിക്കുന്നത് കോടമ്പക്കത്തും. സിനിമ എന്ന മായിക ലോകത്തെ സ്വപ്നം കണ്ട് യാത്ര തുടങ്ങിയവർ ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാകാൻ. സംവിധായകനാകാൻ, ഛായാഗ്രഹണ കലയിലെ ചക്രവർത്തിയാകാൻ, എന്തിന് നിർമ്മാതാവായി സിനിമ എന്ന കലയിലൂടെ സമ്പന്നനാവാൻ വരെ എത്തിപ്പെട്ട ആയിരക്കണക്കിന് സ്വപ്നാടകർ. 1960, 70, 70, 80, 90 കാലഘട്ടം വരെ സിനിമയുടെ സ്വപ്നഭൂമി കോടമ്പക്കം തന്നെയായിരുന്നു. AVM, വാഹിനി, കർപ്പകം, വാസു സ്റ്റുഡിയോ, അരുണാചലം, ജെമിനി, വിജയ
ശ്യാമള സ്റ്റുഡിയോ, പ്രസാദ് സ്റ്റുഡിയോ എന്നിങ്ങനെ സിനിമയുടെ അകക്കാഴ്ചകളുടെ നിരവധി സങ്കേതങ്ങൾ നിറഞ്ഞ കോടമ്പാക്കം. ഭാഷാഭേദമന്യേ എന്ത് വിശ്വാസത്തിലാണ് ഇവരൊക്കെ മദിരാശിയിലേക്ക് യാത്ര തിരിച്ചത്? കോടമ്പാക്കം ചതിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലോ? ഒരുപാട് ആശകളും പേറി വന്നവർ അതൊന്നും സഫലമാകാതെ സിനിമാ മേഖലയിലെ ദിവസക്കൂലിക്കാരായി മാറിയ കാഴ്ചകൾ. ആ ഭാഗ്യവും ലഭിക്കാതെ വെയിലിൽ തളർന്ന് വിശപ്പിന്റെ കാഠിന്യത്തിൽ മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞവർ. അങ്ങനെ നിഴൽ ചിത്രങ്ങളിലെ നിറക്കൂട്ടുകളാകാൻ വന്നവർ ഊരും പേരും നഷ്ടപ്പെട്ടവരായി മാറിയ നീറുന്ന കാഴ്ചകൾ. രക്ഷപ്പെട്ടവർ ചുരുക്കം. അവരുടെ ജീവിതം തങ്ങൾക്ക് ലഭിക്കുമെന്ന് ആഗ്രഹിച്ച് തള്ളി നീക്കിയ സിനിമാ സ്വപ്ന സാമ്രാജ്യത്തിലെ പ്രജകൾ. പരസ്പരം സഹായിച്ചും തലോടിയും ഒരുപാട് സൗഹൃദങ്ങൾ. സിനിമ സാങ്കേതികമായി വളർന്നതോടുകൂടി കോടമ്പക്കം വിട്ട് എല്ലാവരും സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് സിനിമയെ പറിച്ചു നട്ടു. ഇന്ന് യുവതലമുറ സ്വപ്നങ്ങളുമായി സ്വന്തം തട്ടകത്തിലാണ് യാത്ര ചെയ്യുന്നത്. കോടമ്പക്കത്തെ പ്രശസ്തമായ സ്റ്റുഡിയോകൾ ഇന്നില്ല. അവിടമാകെ ബഹുനില മാളുകളും ഫ്ലാറ്റുകളും. പഴയകാല സുഹൃത്തുക്കൾ എവിടെയെന്ന് പലർക്കും അറിയില്ല. ആ സൗഹൃദങ്ങളിൽ ചിലതെങ്കിലും വീണ്ടെടുക്കുക എന്നതാണ് 80 മദ്രാസ് മെയിലിന്റെ ലക്ഷ്യം. ഒപ്പം കുഞ്ഞു കുഞ്ഞു സഹായങ്ങളും. കൊല്ലത്തിൽ ഒരു ദിവസം ഒത്തുചേരുക, പഴയ സന്തോഷങ്ങളും ഒപ്പം സങ്കടങ്ങളും പങ്കിടുക. ചിലപ്പോൾ കണ്ണുകളിൽ നനവ് പടർന്നേക്കാം, ചിലപ്പോൾ പുഞ്ചിരിച്ചേക്കാം, പൊട്ടിച്ചിരിച്ചേക്കാം. നമുക്ക് ചിരിയുടെ അലയൊലികൾ സൃഷ്ടിക്കാം. ഒന്നിച്ചിരുന്ന് സൗഹൃദ സംഭാഷണം നടത്തി ഭക്ഷണം കഴിച്ച് യാത്ര തുടരാം. വീണ്ടും ഈ സ്നേഹച്ചൂടിനായി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ്. നമുക്ക് തുടരാം ഈ സ്നേഹയാത്ര 80 മദ്രാസ് മെയിലിലൂടെ. ആയിരത്തി 1954 ബാലനടനായിട്ടാണ് ഞാൻ വരുന്നത്. അന്ന് മുതൽ സിനിമ എൻ്റെ സ്വപ്നമായിരുന്നു. പഠിക്കുമ്പോഴും അല്ലാതെ സിനിമ എന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് 1964 ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറുന്നു. വളരെ പ്രായമായതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എം കൃഷ്ണൻ നായർ സാറിൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു. 1962 കുട്ടിക്കുപ്പായം എന്ന പടത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തതാണ്. ഭാഗ്യലക്ഷ്മിയുടെ നിർബന്ധം പ്രകാരമാണ് ഞാൻ ഇതിന് എറണാകുളത്തേക്ക് വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുകയായിരുന്നു. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് ഞങ്ങൾ രണ്ടുപേരും. അല്ല, ആക്ച്വലി ഒരു ദിവസം ഭാഗ്യ എന്നെ വിളിച്ചിട്ട് പപ്പി എന്നാണ് എന്നെ വിളിക്കുന്നത്. പപ്പി, നമുക്ക് ഇതുപോലെ ചെന്നൈയല്ല മെഡ്രാസിൽ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ എല്ലാവരെയും ഒന്ന് വിളിച്ച് സംഘടിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഭയങ്കര വലിയൊരു ചുമതലപ്പെട്ട ഒരു കാര്യമാണ്, പറ്റുമോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കണം. പക്ഷേ ആദ്യം ഒരു ചെറുതായിട്ടൊന്ന് നമുക്ക് ട്രിവാൻഡ്രത്ത് തുടങ്ങാം, എങ്ങനെ അത് സാധിക്കുന്നു എന്നുള്ളതനുസരിച്ച് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് അവൾക്ക് അങ്ങനെ തോന്നിയത് തന്നെയാണ് അത് ഏറ്റവും വലിയ കാരണം. ഇപ്പോൾ 80 ഞങ്ങൾ 80 ഹീറോസ് എല്ലാം കൂടെ ചേർന്ന് ഒരു പരിപാടിയൊക്കെ ചെന്നൈയിൽ നടത്തും. അത് വെറും ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. എല്ലാവരും സിനിമയിലുള്ള എല്ലാവരും ടെക്നീഷ്യൻസ്, ആക്ടേഴ്സ്, മേക്കപ്പ് എല്ലാവരും ഉള്ളതാണ്. എല്ലാവരുമായിട്ടും എനിക്ക് കടപ്പാടുണ്ട്. അത് ക്യാമറാമാൻ, അതുപോലെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, മേക്കപ്പ്, സൗണ്ട് എൻജിനീയർ, എഡിറ്റേഴ്സ്, എല്ലാവരുമായിട്ടും എനിക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് പലരെയും അവരൊക്കെ എവിടെയാണെന്നിങ്ങനെ ഞാൻ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണിത്. ഇത് പലരും കാണാത്തവരെ കാണുമ്പോൾ പലർക്കും ഒരു അവർ ഇമോഷണലാവുമ്പോഴാണ് എന്ത് നന്നായി ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് എന്നൊരു സന്തോഷം എനിക്ക് തോന്നുന്നത്.